നാസി തത്വശാസ്ത്രവും പരിണാമ സിദ്ധാന്തവും. ഒന്നാം ലോകമഹായുദ്ധത്തിനു ശേഷം ജർമ്മനി നേരിട്ട താറുമാറായ അവസ്ഥയിൽ നിന്നാണ് നാസിസത്തിന്റെ പിറവി. തീവ്ര മോഹങ്ങളും കയ്യേറ്റ മനോഭാവവും ഉണ്ടായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു നാസി പാർട്ടിയുടെ നേതാവ്. ഹിറ്റ്ലർ ഉന്നതവർഗവാദത്തിന്റെ തീവ്ര നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം ജർമ്മൻകാരുടെ അല്ലെങ്കിൽ ആര്യന്മാരുടെ ഔന്നത്യത്തിൽ അഗാധമായി വിശ്വസിച്ചു. ജർമ്മൻ ആര്യന്മാർ വളരെ വേഗം ലോകം കീഴടക്കുമെന്നും അവരുടെ സാമ്രാജ്യം 1000 വർഷം നിലനിൽക്കുമെന്നും അദ്ദേഹം സ്വപ്നം കണ്ടു. പരിണാമവാദം ഹിറ്റ്ലർ സ്വയം നിർമ്മിച്ച വർഗോന്നതിവാദത്തിന് ശാസ്ത്രീയ അടിത്തറ നൽകുന്നതുപോലെയായി. വർഗവാദിയായിരുന്ന ജർമ്മൻ ചരിത്രകാരൻ ഹെൻറിച്ച് വോണിൽ നിന്നും ഹിറ്റ്ലർ തന്റെ പ്രത്യയശാസ്ത്രത്തിനാവശ്യമായ സഹായം നേടി. ഹെൻറിച്ച് വോൺ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിൽ ഏറെ ആകൃഷ്ടനാവുകയും ഡാർവിനിസത്തോട് തന്റേതായ ഒരു സമീപനം പുലർത്തുകയുമുണ്ടായി. ഡാർവിന്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടം എന്നതിന് സമാനമായ രൂപത്തിൽ സംഭവിക്കുന്ന ക്രൂരമായ സംഘടനകളോടെ മാത്രമേ രാഷ്ട്രങ്ങൾ വികസിച്ചു വരൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഡാർവിന്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള സമരം എന്ന ആശയത്തിൽ നിന്നും ഹിറ്റ്ലർ ഏറെ പ്രചോദനം ഉൾക്കൊണ്ടു. അദ്ദേഹത്തിന്റെ പുസ്തകമായ എന്റെ പോരാട്ടം എന്നർത്ഥം വരുന്ന മെയിൻ കാഫ് എന്ന പുസ്തകം ഡാർവിൻ സിദ്ധാന്തങ്ങളുടെ പ്രകാശനമായി. അതെ, തീർച്ചയായും ഡാർവിനെ പോലെ ഹിറ്റ്ലറും യൂറോപ്യന്മാരല്ലാത്ത എല്ലാവരെയും കുരങ്ങന്മാരുടേതിനേക്കാൾ മ്ലേച്ഛമായ വർഗത്തിൽപ്പെടുത്തുന്നു. നോർഡിക് അഥവാ ശുദ്ധ ജർമ്മൻകാരെ മാറ്റി നിർത്തിയാൽ കുറെ വാനരന്മാരുടെ നൃത്തമല്ലാതെ മറ്റൊന്നും അവശേഷിക്കില്ല. നാസികളുടെ പരിണാമവാദപരമായ വീക്ഷണങ്ങളുടെ അടിസ്ഥാനം യൂജനിക്സ് ആണ്. മാറാരോഗികളും വികലാംഗരുമായവരെ നശിപ്പിച്ച് ആരോഗ്യമുള്ളവരുടെ എണ്ണം വർദ്ധിപ്പിക്കുക വഴി മനുഷ്യവംശത്തിന്റെ നിലവാരമുയർത്തുക എന്നതാണ് യൂജനിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആരോഗ്യമുള്ള വർഗങ്ങളിൽ മാത്രം സന്തതി ഉൽപാദനം സാധ്യമാക്കുന്നത് വഴി മികച്ച ഇനം മൃഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ മനുഷ്യവംശത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്താമെന്നതാണ് യൂജനിക്സ് സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം. പ്രതീക്ഷിക്കാവുന്നതുപോലെ ഈ സിദ്ധാന്തത്തിന്റെ ആളുകൾ ലളിതമായി പറഞ്ഞാൽ ഡാർവിനിസ്റ്റുകളായിരുന്നു. ഇംഗ്ലണ്ടിൽ യൂജനിക്സ് മുന്നേറ്റത്തിന്റെ തലവനായി വന്നത് ചാൾസ് ഡാർവിന്റെ കസിൻ ഫ്രാൻസിസ് ഗാർട്ടറും അദ്ദേഹത്തിന്റെ മകനായ ലിയാനോ ഡാർവിനുമാണ്. ഡാർവിനിസത്തിന്റെ സ്വാഭാവിക പ്രത്യാഘാതമാണ് യൂജനിക്സ് സിദ്ധാന്തമെന്നത് വളരെ വ്യക്തമാണ്. ഈ സംശയാസ്പദ ശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ഈ വസ്തുത വ്യക്തമാക്കിയിട്ടുണ്ട്. യൂജനിക്സിന്റെ ജർമ്മനിയിലെ ആദ്യകാല അനുയായിയും സംഘാടകനുമായിരുന്നത് പ്രസിദ്ധ പരിണാമ ജൈവശാസ്ത്രജ്ഞനായിരുന്ന ഏൺസ്റ്റ് ഹേക്കൽ ആയിരുന്നു. ഈ സംഗ്രഹത്തിന്റെ സിദ്ധാന്തം ഇദ്ദേഹം പരിഷ്കരിക്കുകയും വിവിധ ജീവിവർഗങ്ങളുടെ ഭ്രൂണങ്ങൾക്ക് പരസ്പരം സമാനതകളുണ്ടെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷേ ഈ ആശയം ദൃഢപ്പെടുത്തുവാൻ ഹേക്കൽ ഉപയോഗിച്ച ചിത്രീകരണങ്ങൾ പിന്നീട് വ്യാജമാണെന്ന് തെളിഞ്ഞു. മീനിന്റെയും മനുഷ്യന്റെയും കോഴിയുടെയും ഭ്രൂണങ്ങൾ പരസ്പരം സമാനമാണെന്ന് കാണിക്കാനാണ് ഹേക്കൽ കള്ളചിത്രങ്ങൾ നിർമ്മിച്ചത്. ഭ്രൂണങ്ങളുടെ ചില ഭാഗങ്ങൾ ഒഴിവാക്കുകയും മറ്റു ചിലവ വക്രീകരിക്കുകയും ചെയ്തു. വ്യാജേന നിർമ്മിച്ചതാണ് തന്റെ ചിത്രങ്ങളെന്ന് പിന്നീട് ഹേക്കൽ തുറന്നു പറഞ്ഞു. പക്ഷേ പരിണാമവാദ വൃത്തങ്ങൾ പരിണാമ സിദ്ധാന്തം നിലനിൽക്കുവാൻ വേണ്ടി കള്ളപ്രമാണ നിർമ്മാണത്തിനെതിരെ കണ്ണടച്ചു. ഇത്തരം കള്ളപ്രമാണങ്ങൾ നിർമ്മിക്കുമ്പോൾ തന്നെ ഹേക്കൽ
യൂജനിക്സിനെ കുറിച്ച് പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. സമൂഹത്തിലെ പരിണാമ പ്രക്രിയയിലെ വേഗത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കഴിയുന്നത്ര വേഗത്തിൽ വികലാംഗരായി പിറന്ന നവജാത ശിശുക്കളെ കൊല്ലേണ്ടതാണെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഒരു പടി കൂടി കടന്ന് വികലാംഗരെയും ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരെയും പാരമ്പര്യ രോഗികളെയും ഉടനെ കൊല്ലേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരം ആളുകൾ സമൂഹത്തിനൊരു ബാധ്യതയാകുമെന്നും അത് പരിണാമ പ്രക്രിയയെ പതുക്കെയാക്കുമെന്നും ഹേക്കൽ വാദിച്ചു എന്ന് പറയാം. 1919 ഹേക്കൽ അന്തരിച്ചു. ഭരണമേറ്റെടുത്ത് അല്പകാലത്തിനകം ഹിറ്റ്ലർ സമർത്ഥമായി യൂജനിക്സ് നയം നടപ്പിലാക്കി. ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരെയും വികലാംഗരെയും പാരമ്പര്യ രോഗികളെയും വന്ധ്യംകരണ ക്യാമ്പുകളിലേക്ക് പറഞ്ഞയച്ചു. പരിണാമ പ്രക്രിയയുടെ പുരോഗതി തടസ്സപ്പെടുത്തുകയും ജർമ്മൻ വർഗങ്ങളുടെ പരിശുദ്ധിക്ക് ഭീഷണി ഉയർത്തുകയും ചെയ്യുന്ന ഇത്തരം ആളുകൾ ഇത്തിക്കണ്ണികളായി കരുതപ്പെട്ടു. ചുരുങ്ങിയ കാലം കൊണ്ട് ഇങ്ങനെ മാറ്റപ്പെട്ട ആളുകളെ ഹിറ്റ്ലറുടെ സ്വകാര്യ ആജ്ഞയെ തുടർന്ന് വധിക്കുകയും ഉണ്ടായി. ജർമ്മൻ ജനതയുടെ പരിണാമത്തിന്റെ ആക്കം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തന്റെ നടപടികളുടെ ഭാഗമായി ഹിറ്റ്ലർ ധാരാളം ആളുകളെ കൊന്നു. അതോടൊപ്പം യൂജനിക്സ് അനുസരിച്ചുള്ള മറ്റൊന്നിനുകൂടി അദ്ദേഹം മുൻഗണന നൽകി. സ്വർണ്ണ തലമുടിയും നീലക്കണ്ണുകളുമുള്ള ശുദ്ധ ജർമ്മൻ വംശങ്ങളെന്ന് കരുതപ്പെട്ടിരുന്ന യുവതീ യുവാക്കൾക്കിടയിലെ ലൈംഗിക ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. 1935 പ്രത്യേക ഉൽപാദന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ആര്യൻ വംശങ്ങളുടെ സവിശേഷതകളുള്ളവരെ മാത്രം പാർപ്പിച്ചിരുന്ന ഇത്തരം ക്യാമ്പുകൾ SS ഓഫീസർമാർ സ്ഥിരമായി സന്ദർശിച്ചു. നിയമാനുസൃതമല്ലാത്ത രീതികളിൽ ഇത്തരം ഫാമുകളിലുണ്ടായ കുട്ടികൾ ജർമ്മൻ സേനയിലെ പടയാളികളാകേണ്ടതുണ്ടായിരുന്നു. ആര്യവർഗത്തിന്റെ മേധാവിത്വത്തിന്റെ പുരോഗതിക്കു വേണ്ടി നാസികൾ ഡാർവിന്റെ ധാരണകളെ കൂടെ കൂട്ടി. പരിണാമത്തിന്റെ പടവുകൾ ഓരോന്ന് പിന്നിടുന്തോറും മനുഷ്യന്റെ തലയോട്ടിയുടെ വലുപ്പം വർദ്ധിക്കും എന്ന് ഡാർവിൻ പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു. നാസികൾ ഈ ധാരണ അന്ധമായി സ്വീകരിക്കുകയും ജർമ്മൻ ജനത ഉന്നതരാണെന്ന് തെളിയിക്കുവാൻ തലയോട്ടിയുടെ അളവുകളെടുത്ത് മറ്റു വർഗങ്ങളെ അപേക്ഷിച്ച് ജർമ്മൻ ജനതയുടെ തലയോട്ടി വലുതാണെന്ന് കാണിക്കുവാൻ നാസികൾ ജർമ്മനിയിലെ പലയിടത്തും താരതമ്യ പ്രദർശനങ്ങൾ നടത്തി. പരിണാമവാദ സങ്കേതങ്ങളനുസരിച്ച് പല്ലുകൾ, കണ്ണുകൾ, തലമുടി എന്നിവയുടെ മൂല്യനിർണ്ണയം നടത്തി. നാസികളുടെ യൂജനിക്സ് തത്വം മുന്നോട്ട് വെച്ച ഔദ്യോഗിക അളവുകോലുകളനുസരിച്ച് പാകമാകാത്തവരെന്ന് കണ്ടെത്തിയവരെ ഉന്മൂലനം ചെയ്തു. ഇത്തരം വിചിത്രമായ നയങ്ങളെല്ലാം നടപ്പിലാക്കിയത് ഡാർവിന്റെ ആശയങ്ങളുടെ പേരിലാണ്. ദ നാസി ഡോക്ടർ ആൻഡ് ദ ന്യൂറൻബർഗ് കോഡ് എന്ന പുസ്തകമെഴുതിയ അമേരിക്കൻ ചിത്രകാരൻ മൈക്കൽ ഗ്രോഡിൻ ഈ വസ്തുത ഇങ്ങനെ കുറിക്കുന്നു: 20-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ടുവന്ന വംശശുദ്ധീകരണവും ഡാർവിനിസവും നാസികളുടെ തത്വശാസ്ത്രവുമായി അഭേദ്യമായ ബന്ധമുള്ളതായാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അമേരിക്കൻ ഗവേഷകനായ ജോർജ് സ്റ്റെയിൻ ഈ വിഷയം അമേരിക്കൻ സയന്റിസ്റ്റ് എന്ന മാഗസിനിൽ പ്രതിപാദിക്കുന്നുണ്ട്. മറ്റെന്തൊക്കെയാണെങ്കിലും ദേശീയ സോഷ്യലിസം എന്ന നാസി പദ്ധതി ഉന്മൂലന ജീവതത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രസമൂഹത്തിന്റെ നിർമ്മിതി ലക്ഷ്യമാക്കി പൂർണ്ണ ബോധ്യത്തോടെ നടപ്പിലാക്കിയ ഒന്നായിരുന്നു. ഇത് ഡാർവിനിയൻ തത്വങ്ങളുമായി നന്നേ പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു ജൈവ തത്വമാണ്. സർ ആർതർ കീത്ത് എന്ന പ്രസിദ്ധനായ പരിണാമവാദി ഹിറ്റ്ലറെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: ഈ ജർമ്മൻ ഭരണാധികാരി ഒരു പരിണാമവാദിയാണ്. പരിണാമ സിദ്ധാന്തത്തോട് ഒത്തുപോകുന്ന തരത്തിലുള്ള ബോധപൂർവമായ നടപടികളാണ് ഇദ്ദേഹം ജർമ്മനിയിൽ സ്വീകരിച്ചിട്ടുള്ളത്.
ഹിറ്റ്ലറുടെ പരിണാമവാദത്തിന്റെ മറ്റൊരു പ്രാധാന്യം ഇത് അദ്ദേഹം മതവിശ്വാസങ്ങൾക്കെതിരെ പ്രയോഗിക്കുവാനുള്ള ആയുധമായി കരുതി എന്നതാണ്. ഏകദൈവവിശ്വാസത്തോട് അദ്ദേഹത്തിന് രൂഢമൂലമായ വെറുപ്പുണ്ടായിരുന്നു. മതമൂല്യങ്ങളായ സ്നേഹം,